ഹായ് ഹലോ, ഇത് ആര്യാരോടാണ്. നീരു ആൻഡ് നൈറ്റൂസ് മാം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇത് നമ്മുടെ കോളിഫ്ലവർ ആണ് കേട്ടോ. നല്ല ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് അടർത്തി 1 മണിക്കൂറിനടുത്ത് ഞാനൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് 3-4 തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതല്ല കളറ് മാത്രം മതിയെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ലേശം ഗരം മസാല, ഒരു 1.5 സ്പൂണിനടുത്ത് നമ്മുടെ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറുനാരങ്ങയാണ്. പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ജ്യൂസ് മാത്രം ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കോളിഫ്ലവർ കൊണ്ട് നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ, നമുക്ക് കറി ഉണ്ടാക്കാം. ഞാൻ ആ ഒരു പകുതി നാരങ്ങ ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വറുക്കാൻ എടുക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണെങ്കിലും സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കോളിഫ്ലവർ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക, അത്രയും മതി കേട്ടോ. കോളിഫ്ലവറിൻ്റെ ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇഷ്ടമാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം അത് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് ഇത്രയും കൂടി ഇഷ്ടമാവുന്നത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ്. ചില കുട്ടികൾക്ക് ആ ഒരു പച്ച ചൊവ്വ ഇഷ്ടമാവില്ല കേട്ടോ. ഇവിടെ എൻ്റെ അച്ചുമോന് ഇഷ്ടമല്ല. പൊന്നൂസിന് നമ്മളിപ്പോൾ കോളിഫ്ലവർ എങ്ങനെ കറി വെച്ചാലും മോൻ കഴിച്ചോളും. പക്ഷേ അച്ചുമോൻ അങ്ങനെയല്ല. അച്ചുമോന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അവൻ നന്നായിട്ട് കറി കഴിച്ചോളൂ കേട്ടോ. ഇതിങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ നല്ല രസമാണ്. വേണമെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കാൻ. അപ്പം നമ്മൾ ഇത്തിരിയും കൂടി ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുത്ത് നല്ല ക്രിസ്പി ആക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നല്ല ക്രിസ്പി ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം പച്ച ചൊവയൊന്ന് മാറത്തക്ക രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ കറിക്ക് എന്ന പോലെ ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് നമ്മൾ കോളിഫ്ലവർ ഒക്കെ വറുത്ത് കോരിയ ആ എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാനിപ്പം ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഞാൻ സെപ്പറേറ്റ് മാറ്റിയിട്ടൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് വാടി വന്നപ്പോഴേക്കും ഞാനതിലേക്ക് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോളയും നമ്മുടെ പച്ചമുളകും കൂടി ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റുന്ന സമയത്ത് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സവോളയൊക്കെ വഴണ്ട് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ പൊടികൾ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അല്പം കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം നമ്മുടെ കൊറിയാണ്ടർ പൗഡർ ചേർത്ത് കൊടുത്തു. അല്പം ഗരം മസാലയും ചിക്കൻ മസാലയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി തുടങ്ങിയ സമയത്ത് അല്പം ടൊമാറ്റോ സോസും അല്പം സോയ സോസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് തക്കാളി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ആ തക്കാളിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട്. എന്നിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിടുന്ന കാര്യം ആരും മറക്കണ്ട കേട്ടോ. ഫ്ലെയിം കൂട്ടിയിട്ടിരുന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ ഏകദേശം പച്ചമണം എല്ലാം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ലൈറ്റ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ കോളിഫ്ലവറിൽ നമ്മുടെ ഗ്രേവി നന്നായിട്ട് പിടിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് അല്പൊടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം കേട്ടോ. അപ്പോഴാണ് ആ കഷ്ണത്തിലേക്കൊക്കെ നന്നായിട്ട് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലുള്ളൂ. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക കേട്ടോ. എനിക്ക് ഉപ്പ് അല്പം കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ അല്പം ഉപ്പൂടെ ചേർത്ത് അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ചാറ് ഇത്തിരിയും കൂടി ഒന്ന് കുറുകി വരട്ടെ, അപ്പോഴാണ് കറി അതിൻ്റെ പെർഫെക്റ്റ് ഇതിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ചാറൊക്കെ വറ്റി ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അല്പം കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ പുറമേ ഒന്ന് തൂക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ, സീ യു.